അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശയം ഇതാണ്: ഒരു ഗർഭിണിക്ക് നോമ്പ് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവർക്ക് പിന്നീട് നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ടോ? അതല്ല മുദ്ദ് കൊടുത്താൽ മതിയാകുമോ? മുദ്ദ് കൊടുക്കുകയാണെങ്കിൽ അത് എത്രയാണ് ഒരാൾക്ക് ഒരു നോമ്പിന് കൊടുക്കേണ്ടി വരിക? അതും കൂടെ ഒന്ന് പറയണം. അത് ഭക്ഷണ സാധനമായിട്ട് കൊടുക്കണോ അതോ നമ്മൾ അതിനെ കണക്കാക്കി ഒരു സംഖ്യ കൊടുത്താൽ മതിയാകുമോ? അസ്സലാമു അലൈക്കും. ഈ ഗർഭിണികളായതുകൊണ്ടോ അല്ലെങ്കിൽ മുലയൂട്ടുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ പീരിയഡ്സ് കൊണ്ടോ കഴിഞ്ഞ വർഷം നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആളുകൾ ഇപ്പോഴും നോമ്പ് ബാക്കിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ മുദ്ദ് കൊടുത്താൽ മതിയോ അതോ നോറ്റ് വീട്ടുകയാണോ ഒക്കെ വേണ്ടത് എന്നൊക്കെയാണല്ലോ ഇപ്പോൾ ചോദിച്ചത്. അപ്പം അതിലെന്താന്ന് വെച്ചാൽ, നോറ്റ് വീട്ടാനുള്ള കഴിവ് അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ നോറ്റ് വീട്ട് തന്നെ ചെയ്യണം. വാൻ തസൂമു ഖൈറുല്ലക്കും എന്നാണല്ലോ. നിങ്ങൾ നോൽക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ ഈ നോറ്റ് വീട്ടാൻ സാധിക്കുമെങ്കിൽ നോറ്റ് വീട്ട് തന്നെ ചെയ്യണം. അത് ഈ റമദാൻ്റെ മുമ്പ് തന്നെ നോറ്റ് വീട്ടാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയായിരുന്നു ഒരു വർഷത്തിനിടയിൽ നോറ്റ് വീട്ടുന്ന രീതിയാണ് സഹാബി വനിതകളിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഇനി ഇൻ കേസ് അത് ഈ വർഷം നോറ്റ് വീട്ടാൻ സാധിച്ചില്ല, വേറൊരു പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, എന്നാലും ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം നോറ്റ് വീട്ടാൻ കഴിയുമെങ്കിൽ നമ്മൾ കാത്തിരിക്കുകയാണ് വേണ്ടത്. ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ താമസിയാതെ പെട്ടെന്ന് തന്നെ നമ്മൾ നോറ്റ് വീട്ടുക. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് നൽകേണ്ടത് നോറ്റ് വീട്ടാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നോറ്റ് വീട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അത് ഈ കൊല്ലം കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത കൊല്ലം എങ്കിലും അത് നോറ്റ് വീട്ടുക. അതാണ് ഖുർആൻ പറഞ്ഞതിൻ്റെയും താല്പര്യം അങ്ങനെ തന്നെയാണ്. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നാണല്ലോ. മറ്റൊരു ദിവസം എണ്ണം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മറ്റൊരു ദിവസം എന്ന് പറഞ്ഞത് ഈ അടുത്ത നോമ്പിൻ്റെ മുമ്പ് എന്നൊന്നും അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ സഹാബി വനിതകളുടെ രീതി എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാകുന്ന ഹദീസുകളുണ്ട്. എന്തായാലും അതാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. എന്നാൽ ഒരിക്കലും മുഴുവൻ നോറ്റ് വീട്ടാൻ കഴിയില്ല എന്ന് ഓരോരുത്തർക്കും അവനവൻ്റെ ശരീരപ്രകൃതിയൊക്കെ വെച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ചില സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ 50, 60, 70, 80 ഒക്കെ നോമ്പ് മുലയൂട്ടലും ഗർഭധാരണമൊക്കെ ആയിട്ട് ചിലപ്പം ബാക്കിയായി, പ്രസവമൊക്കെ ആയിട്ട് ബാക്കിയായി കിടക്കാറുണ്ട്. അങ്ങനെ വളരെ നിർബന്ധമായ, ഒരിക്കലും കഴിയില്ല എന്ന് ബോധ്യമുള്ള ഒരു സന്ദർഭത്തിലാണെങ്കിൽ അതിന് പകരം മുദ്ദ് കൊടുത്താൽ മതി. അതേ ഇപ്പം നമുക്കതിൽ പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു 10-70 നോമ്പ് എന്തായാലും ഒരു 10-20 ഒക്കെ നോറ്റ് വിട്ടാൻ കഴിയും, ബാക്കി നോറ്റ് വിട്ടാൻ കഴിയില്ല എന്നുള്ള സാഹചര്യമാണെങ്കിൽ നോറ്റ് വിട്ടാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള നോമ്പുകൾക്കേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുദ്ദ് കൊടുക്കുക എന്നുള്ള രീതി സ്വീകരിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതിന് അങ്ങനത്തെ നോമ്പ് ഉണ്ടെങ്കിൽ അതിന് മുദ്ദ് കൊടുക്കണം. മുദ്ദ് കൊടുക്കേണ്ടത് ഒരു നോമ്പിന് ഒരു രോഗിക്കുള്ള ഒരു സാധുവിനുള്ള ഭക്ഷണമാണ് മുദ്ദായിട്ട് കൊടുക്കേണ്ടത്. ഒരു നോമ്പിന് ഒരു സാധുവിനുള്ള ഭക്ഷണം മുദ്ദായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ഒരു 10 നോമ്പുണ്ടെങ്കിൽ 10 സാധുക്കൾക്കുള്ള ഭക്ഷണം മുദ്ദായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ അത് ഉണ്ടാക്കി ഒരു കിറ്റായിട്ട് ഏതെങ്കിലും സാധു കുടുംബങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് വിരോധമല്ല, അത് നല്ല രീതിയാണ്. പക്ഷെ അതിന് പകരം പണം കൊടുക്കുക എന്ന് പറഞ്ഞ രീതി അവിടെ ഒരു കരണീയമായ രീതിയല്ല. കാരണം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ത്വആമു മിസ്കീൻ എന്നാണ്, ഒരു മിസ്കീനുള്ള ഭക്ഷണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ആൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്നാണല്ലോ. അതിപ്പോൾ നമ്മൾക്ക് ഭക്ഷണം കൊടുത്താൽ മതി. ഞങ്ങൾ ഇവിടെ ചെയ്യാറുള്ളത്, നമ്മൾ പള്ളിയിൽ ആളുകളോട് അങ്ങനെ ഫിദിയ കൊടുക്കണം എന്നുള്ളവർ ഒരു നോമ്പിന് 100 രൂപ വെച്ച് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവരവിടെ ഓഫീസിൽ ഇത് കൊടുക്കും. നമ്മളതിന് കിറ്റ് ഉണ്ടാക്കിയിട്ട്, കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ, അത് കിറ്റ് ഉണ്ടാക്കിയിട്ട് സാധുക്കളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ പീടികയിലേക്ക് എഴുത്ത് കൊടുക്കും.
അതാ നമ്മൾ ചെയ്യാറുള്ളത്. ഭക്ഷണമായിട്ട് തന്നെ കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാഹു അലം.